ബഹുമാന്യരായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. 16-ാമത്തെ എപ്പിസോഡിലേക്ക് ദൈവം നമ്മെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ 11-18 വരെയുള്ള ആ വിഭജനമാണ് നമ്മൾ തുടങ്ങിവെച്ചത്. അതിൽ ദൈവസഭ യെരുശലേമിൽ നിന്ന് യഹൂദിയയിലെല്ലായിടത്തും ശമരിയിലേക്കും പോകുന്ന ആ ഒരു ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് ശമരിയിലേക്ക് പോയ ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷയാണ്. സ്തേഫാനോസിൻ്റെ രക്തസാക്ഷി മരണത്തെ തുടർന്ന് യെരുശലേം സഭയ്ക്ക് ഉപദ്രവമുണ്ടായി. ശൗൽ ആ ഉപദ്രവത്തിന് നേതൃത്വം കൊടുത്തു എന്ന് നാം മനസ്സിലാക്കി. ആ ഉപദ്രവത്തെ തുടർന്ന് സഭയിലുണ്ടായിരുന്ന വിശ്വാസികൾ ചിതറി യഹൂദയിലും ശമരിയിലും ഒക്കെ അവർ പോയി. ഡീക്കന്മാരും ചിതറി. 6-ാം അധ്യായത്തിൽ യെരുശലേം സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 7 പുരുഷന്മാരിൽ ഒരാളായ ഫിലിപ്പോസ്, അദ്ദേഹം ശമരിയയിൽ കടന്നു വന്ന് ദൈവവചനം പ്രസംഗിച്ചു. ദൈവരാജ്യവും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും അദ്ദേഹം അവിടെ ഉയർത്തി. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ക്രിയകൾ അദ്ദേഹത്തിലൂടെ ദൈവം ചെയ്തെടുത്തു. അങ്ങനെ ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. അനേക രോഗികൾ വിടുതൽ പ്രാപിച്ചു. ഭൂതങ്ങൾ വിട്ടുപോയി. ദൈവവചനം ശക്തിയോടെ ശോഭിച്ചു. അനേക ആളുകൾ അവിടെ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. കഴിഞ്ഞ ആ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും കൂടെ ഒരുമിച്ച് ചേർന്ന് പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. സാധാരണ വിശ്വാസികളും ഡീക്കനായിരുന്ന ഫിലിപ്പോസും എല്ലാം ദൈവവചനമാണ് ശുശ്രൂഷിച്ചത്. പലയിടത്തും നമ്മൾ കാണുന്നത് സ്പിരിച്വൽ എൻ്റർടൈൻമെൻറ്റുകളാണ്. എന്നാൽ ജീവനെ ഭയന്ന് ഓടിപ്പോകുന്നവർ ദൈവരാജ്യ വ്യാപ്തിക്കായി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിച്ചു. പരിശുദ്ധാത്മാവ് അതിനോട് കൂടെ നിന്നു. 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഏറ്റവും അവസാനം നമ്മൾ ഇങ്ങനെയാണ് ശ്രദ്ധിച്ചത്: ശമരിയയിലേക്ക് ഫിലിപ്പോസ് പോയത് തന്നെ പരിശുദ്ധാത്മാവ് തന്നിൽ വരുത്തിയ വലിയ ചേഞ്ചാണ്. ഒരു പാരമ്പര്യ യഹൂദൻ ഒരിക്കലും ശമരിയക്കാരുടെ ഇടയിൽ പോകുവാൻ ന്യായമായ സാധ്യതകളില്ല. എന്നാൽ ഫിലിപ്പോസ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്താൽ ക്രോസ് കൾച്ചറൽ മിഷൻസിന് അദ്ദേഹം തയ്യാറായി. ഒരു പക്ഷെങ്കിൽ വേദപുസ്തകത്തിൽ നാം പരിചയപ്പെടുന്ന ആദ്യത്തെ ക്രോസ് കൾച്ചറൽ ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകൻ ഫിലിപ്പോസ് ആകാൻ സാധ്യതയുണ്ട്. 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഫിലിപ്പോസിൻ്റെ ശമരിയയിലുള്ള മിനിസ്ട്രിയാണ് അവിടെ നാം കാണുന്നത്. 9 മുതലുള്ള വാക്യങ്ങളിൽ ശമരിയയിലെ ഒരു മന്ത്രവാദിയെക്കുറിച്ച് ലൂക്കോസ് രേഖപ്പെടുത്തുന്നത് വളരെ വേഗത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്നാൽ ശീമോൻ എന്ന പേരുള്ള ഒരു പുരുഷൻ
ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോകുന്നു. അപ്പം അദ്ദേഹം സാധാരണക്കാരൻ്റെ ഒരാളല്ല. മന്ത്രവാദത്താലും പിശാചിൻ്റെ ശക്തിയാൽ താൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കണ്ടാണ് ആളുകൾ ഭ്രമിച്ചത്. 10-ാം വാക്യത്തിൽ ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. അപ്പം തന്നെ ദൈവശക്തിയായിട്ട് പോലും ആളുകൾ കരുതത്തക്കവണ്ണം ഒരു ശക്തി പ്രകടനം തന്നിലൂടെ വെളിപ്പെട്ടു എന്ന് നമുക്ക് ഈ വചനങ്ങൾ തരുന്ന സൂചന കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. 11-ാം വാക്യം, ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഫിലിപ്പോസ് അവിടെ വരികയും അപ്പോൾ ആ നാട്ടിലുള്ള ശമരിയിലുള്ള ആളുകളൊക്കെ ഇവനാണ് ഏറ്റവും വലിയ ആൾ, ഇവൻ ദൈവശക്തിയാണ്, കാരണം അവൻ കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആളുകളുടെ അറ്റൻഷൻ എല്ലാം അവനെടുത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് പലപ്പോഴും പിശാചിൻ്റെ പ്രവർത്തനങ്ങളെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. പിശാചിൻ്റെ ഏജൻ്റന്മാരായ മന്ത്രവാദികൾ ആളുകളുടെ ഹൃദയത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ചെപ്പിടി വിദ്യകളൊക്കെ ചെയ്താണ്. അങ്ങനെ ഈ ഏജന്റന്മാരിലൂടെയാണ് പിശാച് ആളുകളെ ബന്ധിക്കുന്നത്. ജീവനുള്ള ദൈവത്തെ മനസ്സിലാക്കാതെ, ദൈവപ്രവൃത്തികൾ മനസ്സിലാക്കാതെ, ദൈവത്തെ അന്വേഷിക്കാതെ ഇങ്ങനെയുള്ള ആളുകളുടെ ചില കാര്യങ്ങളെ കണ്ട് അതിന് ശ്രദ്ധ കൊടുക്കുകയും അവരുടെ താൽക്കാലിക വിടുതലുകൾക്കായി, ഭൗതികമായുള്ള വിടുതലുകൾക്കായി അവരുടെ അടുക്കൽ പോവുകയും അവർ പറയുന്ന അനുസരിച്ച് ജീവിതത്തെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന പതിവ് എക്കാലത്തുമുണ്ട്. ശമര്യക്കാർ അങ്ങനെയായിരുന്നു. അവിടേക്കാണ് ഫിലിപ്പോസ് എന്ന ഈ സുവിശേഷകൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ചെല്ലുന്നത്. 12-ാം വാക്യത്തിൽ, എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ഒരു പവർ എൻകൗണ്ടർ അവിടെ ഉണ്ടാകുകയാണ്. ശീമോൻ എന്ന മന്ത്രവാദിയിലൂടെ പിശാച് ആ നാട്ടിലുള്ളവരെ ബന്ധിച്ചിരിക്കുമ്പോൾ ഫിലിപ്പോസ് ദൈവത്തിൻ്റെ വചനവുമായി പരിശുദ്ധാത്മ ശക്തിയോടെ അവിടെ ചെല്ലുന്നു. അദ്ദേഹത്തിലുള്ള ദൈവവചന ശുശ്രൂഷയും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമ്പോൾ പിശാചിൻ്റെ ആ വ്യക്തികളുടെ മേലുള്ള ആധിപത്യം ഉടയുകയാണ്. രണ്ട് ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നമ്മളവിടെ കാണുന്നത്. പിശാചിൻ്റെ ഏജൻ്റാകുന്ന ശീമോനും ദൈവത്തിൻ്റെ ഏജൻ്റാകുന്ന ഫിലിപ്പോസ് എന്ന സുവിശേഷകനും ഒരു വലിയ ഏറ്റുമുട്ടൽ അവിടെ ഇവർ തമ്മിലുണ്ടാകുകയാണ്. ഒരു ആത്മീക ഏറ്റുമുട്ടൽ, സ്പിരിച്വൽ വാർഫെയർ ആണ്, ആത്മീക യുദ്ധമാണ്. അതിൽ മന്ത്രവാദവും ആഭിചാരവും ചെയ്യുന്ന ശീമോൻ പരാജയപ്പെട്ടു പോയി. മന്ത്രവാദത്തിലൂടെ വെളിപ്പെടുന്ന ശക്തിയേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. തിരുവെഴുത്തിൽ അനേക ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പവറിനെ കുറിച്ചുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19 വായിക്കുമ്പോൾ അവിടെ തിരുവെഴുത്ത് പറയുന്നത് അളക്കുവാൻ കഴിയാത്ത ശക്തിയാണ് ഹോളി സ്പിരിറ്റിൻ്റെ ശക്തി. പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതലിലൂടെ വ്യാപരിക്കുമ്പോൾ, ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിനൊരു ചാലായി മാറുമ്പോൾ അളക്കാൻ കഴിയാത്ത ആത്മീക ശക്തിയാണ് അവരിലൂടെ വ്യാപരിക്കുന്നത്.
ഭൂമിയിലെ ഒരു മന്ത്രവാദിക്കോ ആഭിചാരകനോ അതിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അനേക ഇടങ്ങളിൽ ആഭിചാരവും മന്ത്രവാദവും ഒക്കെ ചെയ്യുന്നവരെ അനേക വിശ്വാസികൾ ഭയക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. വീടുകൾ മാറുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്രയോ ഇടങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ദൈവവചനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരഭിഷക്തൻ ആത്മനിയോഗത്താൽ ദൈവമയച്ച എടുത്ത് ചെല്ലുമ്പോൾ അവിടെ മന്ത്രവാദിയല്ല പിന്നെ ഭരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിൽ നിന്നാൽ, ആത്മാവിനെ അനുസരിക്കാൻ തയ്യാറായാൽ ആ ദേശം കർത്താവിൻ്റെ ദാസൻ ടേക്ക് ഓവർ ചെയ്യുകയാണ്. സുവിശേഷം ടേക്ക് ഓവർ ചെയ്യുകയാണ്. യേശു ടേക്ക് ഓവർ ചെയ്യുകയാണ്. യേശുവിന് ഭൂമിയിൽ തൻ്റെ സഭയെ വേണം. സഭയാകുന്ന ആത്മീക ശരീരത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് വ്യാപരിക്കുന്നത്. ആ ആത്മീക ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ഫിലിപ്പോസ്. കർത്താവ് ഫിലിപ്പോസിലൂടെ പ്രവർത്തിക്കുകയാണ്, ദേശത്തെ സ്വതന്ത്രമാക്കുകയാണ്. ഇന്നും അതേ കർത്താവാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു വലിയ ഡെലിവറൻസ് ഉണ്ടാകണമെങ്കിൽ, ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുമ്പോൾ അവരുടെ കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് കഴിയും. ഫിലിപ്പോസിലൂടെ വ്യാപരിച്ച അതേ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ഇടത്ത് നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ തക്കവണ്ണം കഴിയും. നാം അതിന് വിധേയപ്പെട്ട് കൊടുത്താൽ മതി. മന്ത്രവാദിയല്ല ദേശം ഭരിക്കേണ്ടത്. ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷയുടെ മുൻപിൽ ശീമോൻ പരാജയപ്പെട്ടു പോയി. ശീമോൻ ഒരു കാര്യം മനസ്സിലായി. അനേക ഇന്നത്തെ വിശ്വാസികൾക്ക് മനസ്സിലാകാത്ത കാര്യം മന്ത്രവാദിയായ ശീമോന് മനസ്സിലായി. കാരണം ശീമോൻ ചെപ്പിടി വിദ്യ ചെയ്യുന്നവനാണ്. അവനും പവർ കൈകാര്യം ചെയ്യുന്നയാളാണ്. പിശാചിൻ്റെ പവറാണ് എന്ന് മാത്രമേ ഉള്ളൂ. അവനൊരു കാര്യം മനസ്സിലായി, ഈ ഉപദേശിയിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ മുൻപിൽ എൻ്റെ ശക്തിയൊന്നുമില്ല. അതുകൊണ്ട് 13-ാം വാക്യത്തിൽ ശീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. ഭ്രമിപ്പിച്ചവൻ ഭ്രമിച്ചുപോയി. ദൈവശക്തിയുടെ മുൻപാകെ ശീമോൻ അടിയറവ് പറഞ്ഞു. പവർ എൻകൗണ്ടർ എക്കാലത്തുമുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ആത്മാവിൻ്റെ നടത്തിപ്പിന് വിധേയപ്പെട്ടാൽ ഇതേ ഡെലിവറൻസുകൾ പട്ടണം തോറും ഇന്ത്യയിൽ നടക്കും. ദൈവത്തിന് ഇന്നും ചെയ്യാൻ കഴിയും. എങ്ങനെയോ നമ്മുടെ ശ്രദ്ധ ആത്മാവിനെ കീഴ്പ്പെടുന്നതിന് പകരം മറ്റെന്തൊക്കെയോ കാണിച്ചാൽ ആളുകളെ സുവിശേഷത്തിലേക്ക് ആകർഷിക്കാമെന്ന് ഒരു തെറ്റിദ്ധാരണ ആളുകളുടെ ഉള്ളിൽ, ദൈവദാസന്മാരുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതിനകത്ത് കാര്യമില്ല സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവാണ് സകലതും ചെയ്യുന്നത്. ആത്മാവിൻ്റെ ഡെമോൺസ്ട്രേഷൻസിൻ്റെ മുൻപിൽ, ആത്മശക്തിയുടെ മുൻപിൽ ഭൂമിയിലെ മറ്റൊരു ശക്തിക്കും പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുവാൻ ഹോളി സ്പിരിറ്റിൻ്റെ പവറാണ് നമുക്ക് ആവശ്യം. ദൈവസഭകൾ ഈ വിഷയത്തിൽ മാനസാന്തരപ്പെട്ട് പണ്ടത്തെ അനുഭവത്തിലേക്ക്, പണ്ട് കേരളത്തിൽ വിശ്വാസി സമൂഹം ഉടലെടുക്കുന്ന സമയത്ത് അവരിൽ വ്യാപരിച്ച ദൈവകൃപ പോലെ ഒരു വലിയ ദൈവകൃപയുടെ വ്യാപാരമുണ്ടാകുവാൻ ദൈവസഭയ്ക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. നമുക്ക് കർത്താവിനോട് ഏറ്റുപറയണം. പണത്തിന് ആളുകളെ വിടിവിക്കാൻ കഴിയത്തില്ല, പ്രസ്ഥാനത്തിനും കഴിയത്തില്ല, മറ്റ് ടെക്നോളജികൾക്കും കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന് കഴിയും. ഫിലിപ്പോസിനെ നിങ്ങൾ നോക്ക്. അദ്ദേഹത്തിന് എന്തുണ്ട് കയ്യിൽ? അദ്ദേഹത്തിന് പ്രസ്ഥാനമുണ്ടോ? വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ? എന്താ ലാപ്ടോപ്പ് ഉണ്ടോ? മൊബൈൽ ഫോണുണ്ടോ?
ബൈക്കുണ്ടോ, വണ്ടിയുണ്ടോ? ഇതൊക്കെയല്ലേ നമ്മൾ സുവിശേഷ വേല വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതൊന്നും ശമരിയയിൽ ആത്മനിയോഗത്തിൽ കടന്നുപോയ ഫിലിപ്പോസിനില്ല. അല്ല, ഇതൊക്കെ ഉണ്ട്. ഇതിലൂടെയൊക്കെ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്നതിൽ എത്രയോ വലിയ മിനിസ്ട്രിയാണ് ഈ സുവിശേഷകൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ രഹസ്യമെന്താ? താൻ യെരുശലേമിൽ നിന്ന് ഓടിപ്പോയവരുടെ കൂട്ടത്തിലുള്ളതാണ്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് പോയതൊന്നുമല്ല. തന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാണ്. ദൈവവചനം പ്രസംഗിച്ചു, തന്നിലൂടെ ഹോളി സ്പിരിറ്റ് ആളുകളെ വിടുവിച്ചു, ഭൂതങ്ങൾ വിട്ടുപോയി. മന്ത്രവാദിയായ ശീമോൻ ഇത് കണ്ട് ഭ്രമിച്ചുപോയി. നാട്ടുകാരെ മുഴുവൻ ഭ്രമിപ്പിച്ചവൻ ഫിലിപ്പോസിൻ്റെ മുൻപിൽ ഭ്രമിച്ചു നിൽക്കുകയാണ്. ഒടുവിൽ അവന് മനസ്സിലായി, ഈ ശക്തി അപാര ശക്തിയാണ്. ഫിലിപ്പോസ് പ്രസന്റ് ചെയ്ത സുവിശേഷത്തിൽ ശീമോൻ എന്ന മന്ത്രവാദി വിശ്വസിച്ചു, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, താനും സ്നാനപ്പെട്ടു. നോക്കിയേ, ദേശത്ത് ഒരു വലിയ റിവൈവൽ ഉണ്ടാകുകയാണ്, വിടുതൽ വ്യാപരിക്കുകയാണ്, ഉണർവുണ്ടാകുകയാണ്. ഒരു കാര്യം ഇതിനകത്തുനിന്ന് വ്യക്തമാണ്, ഒരു പവർ എൻകൗണ്ടർ ഉണ്ടാകണം. ഉണ്ടായാൽ ദൈവസഭ അതിനകത്ത് ജയിക്കും. ദൈവസഭയല്ല ഓടിപ്പോകേണ്ടത്, ദൈവമക്കളല്ല ഓടിപ്പോകേണ്ടത്. ആത്മാവ് തരുന്ന ഗൈഡൻസ് അനുസരിച്ച് നിന്നാൽ ആ സ്ഥലങ്ങളിൽ വലിയ വിജയം തരുവാൻ ഇന്നും കർത്താവ് വിശ്വസ്തനാണ്. അതിനുശേഷം 14 മുതലുള്ള വാക്യങ്ങളിൽ, അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. ശമരിയയിലെ ആ ഉണർവാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഫിലിപ്പോസ് അവിടെ ചെല്ലുന്നു, വചനം പ്രസംഗിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരം ഉണ്ടാകുന്നു, മന്ത്രവാദി പോലും കീഴ്പ്പെടുന്നു, അനേകർ വിശ്വസിച്ച് അവർ സ്നാനപ്പെടുന്നു. ഈ കാര്യം കേട്ട യെരുശലേമിലുള്ള നേതൃത്വം അവരുടെ ടോപ്പ് ലീഡേഴ്സിനെ അവിടേക്ക് അയക്കുകയാണ്. അതൊരു അപ്പോസ്തോലിക പതിവായിരുന്നു. വാസ്തവത്തിൽ ഈ ഉണർവ് ദൈവവചന അടിസ്ഥാനത്തിലാണോ എന്ന് അപ്പോസ്തോലിക അധികാരത്തിൽ നിന്നുകൊണ്ട് അവർ ചെന്ന് വിലയിരുത്തി വേണ്ട ശുശ്രൂഷകൾ അവിടെ ചെയ്യുവാൻ അവർ ആ കാലഘട്ടത്തിൽ തുനിഞ്ഞു. അതൊരു പതിവായിരുന്നു. മാത്രമല്ല, അവിടെ കാണുന്ന വേറൊരു കാര്യം, ഫിലിപ്പോസ് അങ്ങനെ മിനിസ്റ്ററൊക്കെ ചെയ്തു, വളരെ സക്സസ്ഫുൾ മിനിസ്റ്റർ ആയിരുന്നു. എങ്കിൽ പോലും യെരുശലേമിലുള്ള ലീഡർഷിപ്പിന് താൻ കീഴ്പ്പെട്ടിരുന്നു. അവർ ഇവിടെ വന്നപ്പോൾ അവർ വന്ന് വിലയിരുത്തുന്നത് താന് ആ കാര്യത്തിൽ വിധേയപ്പെടുന്നതായിട്ടാണ് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അവിടെ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങൾ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ നമ്മളിതെല്ലാം കൈകാര്യം ചെയ്തതാണെങ്കിലും ഈ ശമരിയയിലെ ഉണർവിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഫിലിപ്പോസിൻ്റെ മിനിസ്ട്രി വളരെ എഫക്റ്റീവായിരുന്നു. ആളുകൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പക്ഷെ ഫിലിപ്പോസ് എന്തുകൊണ്ട് ഹോളി സ്പിരിറ്റിനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല? കൃത്യമായി നമുക്ക് പറയാൻ സാധ്യമല്ല എങ്കിലും ഒരു പക്ഷെങ്കിൽ അദ്ദേഹത്തിന് അതിന് നിയോഗം ഉണ്ടായി കാണുകയില്ല. വേറൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, അപ്പോസ്തോലന്മാരവിടെ വന്നപ്പോൾ അവർ ഹോളി സ്പിരിറ്റിന് കൊടുത്ത പ്രാധാന്യത ഇത് വെളിപ്പെടുത്തുകയാണ്. ഒരു കുറവ് അവർ കാണുകയാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അതൊക്കെ ശരിയാണെങ്കിലും പരിശുദ്ധാത്മാവ് അവർ പ്രാപിക്കണമെന്നുള്ളത് അപ്പോസ്തോലന്മാർ വളരെ നിർബന്ധമായി അവരെണ്ണിയ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് ആ വിഷയത്തിന് വേണ്ടി
അപ്പോസ്തലന്മാർ ശുശ്രൂഷിക്കുകയാണ്. അങ്ങനെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവർ വിശ്വസിച്ച ആ ശമരിയർ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതായി നമുക്ക് അവിടെ കാണാൻ കഴിയും. 18-ാം വാക്യം, അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടപ്പോൾ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു, പണം കൊണ്ടുവന്നു. അതെന്താണെന്ന് 19-ാം വാക്യത്തിലുണ്ട്. ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം പണമാണ് കൊണ്ടുവരുന്നത്. 20-ാം വാക്യത്തിൽ പത്രോസിൻ്റെ പ്രതികരണം. പത്രോസ് അവനോട്, ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. ശരിയാണ്, ശീമോൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. താൻ എന്നിട്ട് അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ ശ്രദ്ധിച്ചപ്പോൾ വളരെ ആകർഷണീയമായി തനിക്ക് തോന്നി. അപ്പം തനിക്കും അതുപോലെ ശുശ്രൂഷിക്കാൻ ഒരു ആഗ്രഹം വന്നു. അതിന് ദൈവത്തിൻ്റെ കൃപാവരത്തെ പണം കൊടുത്ത് മേടിക്കാൻ ഒരു ശ്രമം താൻ നടത്തുകയാണ്. അനേക ആളുകൾ ഇന്നും അങ്ങനെയുണ്ട്. പ്രശസ്തരായ ദൈവദാസന്മാരുടെ അടുക്കൽ ചെന്ന് പണം കൊടുത്തും അവരെ പ്രത്യേക നിലയിൽ കാൻവാസ് ചെയ്തും വീട്ടിൽ ക്ഷണിച്ച് ആഹാരം കൊടുത്തും ഒക്കെ പ്രാർത്ഥിപ്പിക്കുക. ദൈവദാസന്മാരായ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിധേയപ്പെടാറുമുണ്ട്. നല്ലൊരു ഓഫറിങ് കിട്ടുന്നതല്ലേ, അതുകൊണ്ട് കൈവച്ച് ടച്ച് എന്നോ ഇമ്പാർട്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് ആ നിലയിൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ പത്രോസിൻ്റെ മനോഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോ? പത്രോസിന് പണക്കുതിയില്ല. ആത്മപൂർണനായി ആത്മാവിൻ്റെ നടത്തിപ്പിൽ നിൽക്കുന്ന പത്രോസ് തന്നെ ശാസിക്കുകയാണ്. നിന്റെ ദ്രവ്യം നിന്നോടുകൂടെ നശിക്കട്ടെ എന്ന് പറയുക. ദൈവത്തിൻ്റെ ദാനത്തെ നീ പണം കൊടുത്ത് മേടിക്കാൻ ശ്രമിച്ചു. എത്ര ഗൗരവമുള്ള വിഷയമാണ്. ദൈവമക്കളെ, ആരെങ്കിലും ഒരാളുടെ മേൽ കരം വെച്ചൊരു കൃപ ലഭിക്കണമെങ്കിൽ അത് ആത്മാവിൻ്റെ നടത്തിപ്പിലാണ് അത് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു ദൈവദാസന് നിയോഗം കൊടുക്കുമ്പോഴാണ് കരം വെക്കുന്നത്. അങ്ങനെയാണ് ആ കൃപ അവർക്ക് ലഭിക്കുന്നത്. അതുപോലെ ഇത് പണം കൊടുത്താൽ മേടിക്കാൻ സാധിക്കാത്തതാണ് ദൈവത്തിൻ്റെ ദാനം. പത്രോസ് തന്നെ വളരെ ശക്തമായി ശാസിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ 21-ാം വാക്യത്തിൽ, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയും ഇല്ല. എത്ര പേരിന്നിത് പറയും? പണവുമായി മുൻപിൽ നിൽക്കുന്ന ആളിനോട് അവൻ്റെ ഹൃദയത്തെ വിവേചിച്ചുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് അവനെ ശാസിക്കുകയാണ്. ഇങ്ങനെ പണവുമായിട്ട് വന്ന് കരം വെച്ച് പ്രാർത്ഥിക്കാനും കൃപാവരത്തിൻ്റെ ഇമ്പാർട്ടേഷനായി നിൽക്കുമ്പോൾ ആളുകളെ ഇംപ്രസ് ചെയ്യാനും പണം കയ്യിലാക്കുവാനുമായി ഇന്ന് പലപ്പോഴും ദൈവദാസന്മാർ അതിന് വിധേയപ്പെടാറില്ലേ? ഞാൻ പറയാം, ആ കൊണ്ടുവന്ന ദ്രവ്യം അതിന് പത്രോസ് വിധേയപ്പെട്ടതായിരുന്നെങ്കിൽ പത്രോസിനെ ബന്ധിച്ചേനെ. പിശാചിൻ്റെ ടെക്നിക്ക് ശ്രദ്ധിക്കുക. പണക്കൊതി വലിയ ബന്ധനമാണ്. പക്ഷെ ആ സബ്റ്റലായിട്ടുള്ള ആ ട്രാപ്പിനെ പത്രോസ് അപ്പോസ്തലൻ വിവേചിച്ചുകൊണ്ട് താൻ അതിനെ തിരസ്കരിക്കുകയും അത് കൊണ്ടുവന്ന വ്യക്തിയെ ശാസിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ ശുശ്രൂഷകർക്ക് ഇതൊരു ചലഞ്ചായി മാറട്ടെ. പണക്കൊതി വലിയ പാപമാണ് ദൈവമക്കളെ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം
ക്ഷമിച്ച് കിട്ടുമായിരിക്കും. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ശീമോൻ ഭയപ്പെട്ടു പോയി. അതിന് ശീമോൻ, നിങ്ങൾ പറഞ്ഞത് ഒന്നും എനിക്ക് ഭവിക്കാതിരിക്കുവാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. ആൾ ഭയന്നുപോയി. ആളുകൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഗിഫ്റ്റിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന പതിവ് ദൈവത്തിൻ്റെ വചനത്തിലുള്ള പതിവല്ല, ആത്മനിയോഗത്തിലാണ് ശുശ്രൂഷ. പത്രോസും യോഹന്നാനും ശമര്യയിൽ ഉണർവ് വിലയിരുത്താൻ വന്നതാണ്. ഉണർവ് വിലയിരുത്തി അവർ തുടർന്നു അവിടെ ശുശ്രൂഷിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അവർക്കത് സന്തോഷമായി. അവർ കണ്ടതും അവരവിടെ അനുഭവിച്ചതുമായ വിഷയങ്ങൾ ദൈവവചനപ്രകാരമാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമില്ല. അവർ ബാക്കിയുള്ള ശുശ്രൂഷകൾ അവിടെ ചെയ്യുകയാണ്. അവിടെ ഉണ്ടായ ഒരു സംഭവമാണ് ശീമോനെ ഈ ശാസിക്കുന്ന വിഷയം. ശീമോനപ്പോൾ വാസ്തവമായി മാനസാന്തരപ്പെട്ടില്ലായിരുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നത് താൻ വാസ്തവമായി മാനസാന്തരപ്പെട്ടിരുന്നു എന്നാണ്. കാരണം അതിൻ്റെ 13-ാം വാക്യത്തിൽ ശീമോൻ താനും വിശ്വസിച്ച് സ്നാനം ഏറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. താൻ വിശ്വസിച്ചതാണെന്നും വിശ്വസിച്ചാണ് സ്നാനപ്പെട്ടതെന്നും എന്നിട്ട് ശുശ്രൂഷിക്കുന്ന ദൈവദാസനായ ഫിലിപ്പോസിനോട് താൻ ചേർന്ന് നിന്നെന്നൊക്കെ വളരെ സ്പഷ്ടമാണ്. കൃത്യമായി താൻ വിശ്വസിച്ചു. പക്ഷേ മുന്നോട്ട് പോയപ്പോൾ തനിക്കും ഇവർ കൈവച്ച് മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ പകരുന്ന അനുഭവം പോലെ ശുശ്രൂഷിക്കണമെന്നുള്ള ഒരു ആഗ്രഹം വന്നു. ഒരു പക്ഷെങ്കിൽ തനിക്ക് അവരുടെ ഇടയിൽ ഒരു അംഗീകാരം കിട്ടുന്ന അനുഭവം താൻ ആഗ്രഹിച്ചു കാണും. ഒരു കാലഘട്ടം വരെ ഈ വിശുദ്ധന്മാരെയൊക്കെ മന്ത്രവാദം ചെയ്ത് ഭ്രമിപ്പിച്ച മനുഷ്യനാണ്. തനിക്കന്ന് അംഗീകാരമുണ്ടായിരുന്നു. അന്ന് ഈ വിശ്വാസികളല്ല, അവരും പിശാചിൻ്റെ അടിമത്തത്തിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവർ മാനസാന്തരപ്പെട്ടത്. ഇദ്ദേഹവും മാനസാന്തരപ്പെട്ടു. അപ്പം ഇപ്പം എല്ലാം തുല്യരായി ദൈവസന്നിധിയിലായിരിക്കുക. ഒരു പക്ഷെങ്കിൽ തനിക്ക് അംഗീകാരത്തിന് ആഗ്രഹിച്ച്, ഇനിയിപ്പോൾ ഏതായാലും സഭയിലായല്ലോ, അവിടെ കൃപാവരത്തിൻ്റെ ജ്വലനം കാണിച്ച് പിന്നെയും തനിക്ക് അവിടെ ഒരു മേജർ റോൾ പ്ലേ ചെയ്യാനുള്ള കൊതി തൻ്റെ അകത്ത് വന്നതുകൊണ്ടാവാം വളഞ്ഞ വഴി ഉപയോഗിച്ച് പണം കൊടുത്ത് കർത്താവിൻ്റെ ദാസന്മാരിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപയെ വാങ്ങാനൊരു ശ്രമം താൻ നടത്തുന്നത്. പക്ഷെ അത് തൻ്റെ ജീവിതത്തിൽ വലിയ തെറ്റായിപ്പോയി. ശക്തമായി പത്രോസ് ശാസിക്കുന്നുണ്ട്. ആ ശാസന താൻ അവിടെ അംഗീകരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൻ്റെ ഭാവി എന്തായി തീർന്നു എന്ന് അവിടെ വ്യക്തമല്ല എങ്കിലും താൻ ആ ശാസന സ്വീകരിച്ചതായിട്ടാണ് നമുക്ക് ഈ വചനത്തിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത്. എല്ലാ ദൈവമക്കളുടെയും ദൈവദാസന്മാരുടെയും ജീവിതത്തിൽ ഇതൊരു വാണിംഗ് ആയി മാറട്ടെ. ദൈവമേൽപ്പിക്കുന്ന ദാനങ്ങൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാനും പണത്തിൻ്റെ ടെംപ്റ്റേഷനുകൾ ഇടുമ്പോൾ അതിൽ നിന്ന് ഒഴിവായിരിക്കാനും കൃപയുള്ള ദൈവദാസന്മാർ ശ്രദ്ധിക്കട്ടെ. മറുവശത്ത് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് വിശ്വസ്തരായി നിൽക്കുമ്പോൾ അതാത് സമയങ്ങളിൽ കർത്താവ് ഏൽപ്പിക്കേണ്ട ശുശ്രൂഷകൾ ഏൽപ്പിക്കും. വളഞ്ഞ വഴി ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ദാനത്തെ ആർക്കും മേടിക്കുവാൻ കഴിയുകയില്ല. ശമരിയോടുള്ള ബന്ധത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 25-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അവർ കർത്താവിൻ്റെ വചനം സാക്ഷീകരിച്ച്
പ്രസംഗിച്ച ശേഷം ശമര്യരുടെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. പത്രോസും യോഹന്നാനും അവർ മടങ്ങി അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അവർ മടങ്ങിപ്പോയി. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന പ്രയോഗം ഞാൻ ഉപയോഗിക്കുന്നത് യെരുശലേമിലായിരുന്നല്ലോ ടോപ്പ് ലീഡർഷിപ്പ് ഇരുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പ്രയോഗം ഉപയോഗിച്ചു എന്ന് മാത്രം. 26 വാക്യം, 26 മുതൽ 40 വരെയുള്ള വാക്യത്തിൽ ഫിലിപ്പോസ് ഒരു എത്യോപ്യക്കാരൻ മന്ത്രിയെ ശുശ്രൂഷിക്കുന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതിനകത്ത് ധാരാളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. 27 വാക്യം, അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. ഒരു ദൂതനിറങ്ങി ഫിലിപ്പോസിന് ഒരു നിർദ്ദേശം കൊടുക്കുക. 8-ാം അധ്യായത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഞാൻ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഫിലിപ്പോസിനെ നിങ്ങൾ ശ്രദ്ധിക്കുക, ശമരിയയിൽ ഭയങ്കര ഉണർവ് നടക്കുകയാണ്. നാടിനെ ഭ്രമിപ്പിച്ച മന്ത്രവാദി അടക്കം ധാരാളം ആളുകൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്ന ആ സമയത്ത് പെട്ടെന്നൊരു നിർദ്ദേശമുണ്ടാകുന്നു. താൻ അവിടം വിട്ടിട്ട് നിർജ്ജന പ്രദേശത്തേക്ക് പോകണം. 27-ാം വാക്യത്തിൽ പറയുന്നത് അവൻ പുറപ്പെട്ടു. നിർദ്ദേശം കിട്ടിയപ്പോൾ he just left. ഇത്രയും ഉണർവ് വന്ന ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്ന ഇവിടെ നിന്ന് വിടുന്നത് ശരിയാണോ? ഇത് ദൈവശബ്ദം തന്നെയാണോ? ദൈവമാണോ ഈ ദൂതനെ അയച്ചത്? അനേക ആളുകൾക്ക് ഈ കാര്യങ്ങൾ കൺഫ്യൂഷനാണ്. ഞാൻ പോയാൽ ഈ ശമരിയയിലെ ഈ വിശ്വാസികൾ ഇവരൊക്കെ പുതിയ ആളുകളല്ലേ, ഇവരൊക്കെ ആര് നിലനിർത്തും? എൻ്റെ സഹോദരി സഹോദരന്മാരെ, ദൈവമാണ് ഓരോരുത്തരെ ഓരോ ഇടങ്ങളിൽ നിയോഗിക്കുന്നത്. ദൈവം പറയുന്നതനുസരിച്ച് നീങ്ങിയാൽ പുതിയ വിശ്വാസികളെ നിലനിർത്തുന്നത് ദൈവമാണ്. ഒരുപക്ഷെങ്കിൽ ചിലയിടത്ത് നടാൻ ദൈവം ഒരാളെ ഏൽപ്പിക്കും, നനയ്ക്കാൻ വേറെ ഒരാളെ ഏൽപ്പിക്കും. ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് നീങ്ങുന്ന ഒരു ശുശ്രൂഷകൻ്റെ ശുശ്രൂഷ എന്നും അനുഗ്രഹിക്കപ്പെടും, എന്നും അതിന് ഫലമുണ്ടായിരിക്കും. ഭയങ്കര ഉണർവിൽ നിന്ന് നിർജ്ജന പ്രദേശത്തേക്ക്. പലപ്പോഴും നമ്മുടെ ആശയം വളരെ വ്യത്യസ്തമാണ്. നിർജ്ജനമായി കിടക്കുന്ന ഇടങ്ങളിൽ നിന്നും ഭയങ്കര ഉണർവിലേക്ക്. 100 പേരിൽ നിന്ന് 1000 എന്ന കണക്കൂട്ടലാണ് എപ്പോഴും നമുക്കുണ്ടാകാറുള്ളത്. ഞാൻ ആ സംഖ്യ ഒരു ഉദാഹരണമായി പറഞ്ഞതാണ്. 1000-ൽ നിന്നും 100 അല്ലെങ്കിൽ 10-ലേക്ക് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. അങ്ങനെയൊക്കെ ദൈവം നടത്തും. പക്ഷെ നിങ്ങൾ ഈ ഉദാഹരണം കണ്ടു. ഫിലിപ്പോസ് അതനുസരിച്ചു. അങ്ങനെയാണ് 27-ാം വാക്യം പറയുന്നത്. എന്നിട്ട് താന് ആ സ്ഥലത്ത് ചെന്നപ്പോൾ കന്ദക്ക രാജ്ഞിയുടെ ഒരു ഫൈനാൻസ് മിനിസ്റ്റർ, അദ്ദേഹം ഒരു എത്യോപ്യക്കാരനാണ്, ഒരു പക്ഷെങ്കിൽ കറുത്ത വർഗക്കാരനായ ഒരു ആഫ്രിക്കൻ അവൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തെ കാണുകയാണ്. ഇത്രയും വലിയ ഉണർവ് നടക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ഈ അഭിഷക്തനെ അയക്കുകയാണ്. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഫേമസായിട്ടുള്ള പ്രാപ്തിയുള്ള കൃപയുള്ള ആളുകൾ നിങ്ങളൊന്ന് ക്ഷണിക്കാമോ? 5 പേരെ ഉള്ള യോഗത്തിന് അല്ലെ ഒരാളെ ഉള്ള യോഗത്തിനൊന്ന് വന്ന് പ്രസംഗിക്കണം, ഒന്ന് ദൈവവചനം പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എത്ര പേര് വരും? നിർജ്ജന പ്രദേശമാണ്, വേണ്ട ക്രമീകരണങ്ങളൊന്നും ഇല്ല. അതുകൂടെ കൂട്ടിച്ചേർത്താൽ ഇന്ന് എത്ര അഭിഷക്തന്മാർ വരും? വെറുതെ വരണമെന്നല്ല ഞാൻ പറയുന്നത്. ആത്മാവിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ വരുമോ? വരണം. യേശു പോയല്ലോ,
യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു ശമര്യക്കാരത്തി സ്ത്രീക്ക് വേണ്ടി ദൈവത്തിൻ്റെ പുത്രൻ വന്നു പോയി എങ്കിൽ എന്തുകൊണ്ട് ഇന്നത്തെ അഭിഷക്തന്മാർക്ക് പോകുവാൻ കഴിയുന്നില്ല? ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള ഫിലിപ്പോസ് പോകുന്നത് ശ്രദ്ധിച്ചോ? വലിയ ഉണർവും വലിയ പട്ടണം മുഴുവനും ഇളകി മറിയുന്ന അനുഭവങ്ങളിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി നിർദ്ദേശം കൊടുക്കുമ്പോൾ ഒരാൾക്ക് വേണ്ടി നിർജ്ജന സ്ഥലത്തേക്ക് താൻ പോവുകയാണ്. ദാറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. പ്രത്യേക നിലയിലുള്ള ക്രമീകരണങ്ങളോടുകൂടി മാത്രമേ ഞാൻ വരികയുള്ളൂ. ഓഡിയൻസിൽ 10,000 10,000 പേരില്ലെങ്കിൽ പ്രസംഗിക്കാൻ ഒക്കത്തില്ല എന്ന് പറയുന്നത് ഈ വചനത്തിന് നിരക്കുന്നതല്ല. പരിശുദ്ധാത്മാവ് അയക്കാത്ത ഇടത്ത് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആത്മാവയക്കുന്ന ഇടത്ത് ഒറ്റയാളേ ഉള്ളൂ. അത് നിർജ്ജന പ്രദേശമാണ്. എനിക്ക് കംഫർട്ടബിൾ ഇല്ല അവിടെ. എൻ്റെ കംഫർട്ട് ശമര്യയിൽ നടക്കുന്ന ഉണർവിൻ്റെ അവിടെയാണ്. ആ കംഫർട്ടിൻ്റെ സ്ഥലത്ത് നിന്ന് എന്നെ ഇളക്കി നിർജ്ജനമാകുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുവരാൻ തമ്പുരാൻ ഇഷ്ടമെങ്കിൽ, അത് ദൈവഹിതമാണെങ്കിൽ അതിന് സമർപ്പിക്കുവാൻ എത്ര പേർ തയ്യാറാണ്? എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഉണർവ് നടക്കാത്തത്? എല്ലാവർക്കും ഉണർവ് വേണം. പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ, ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിക്കാൻ സമർപ്പിക്കപ്പെട്ട ശുശ്രൂഷകരെ നമുക്കിന്ന് ആവശ്യമാണ്. ദൈവമക്കളെ അതിനാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവഹിതം നടക്കും, ഉണർവുണ്ടാകും, ആളുകൾ മാനസാന്തരപ്പെടും. താൻ അവിടെ ചെന്ന് ഈ ഒരു വ്യക്തിയോടാണ് സുവിശേഷം പറയുന്നത്. ആ വ്യക്തിയെക്കുറിച്ച്, ആ എത്യോപ്യക്കാരൻ ഫൈനാൻസ് മിനിസ്റ്ററെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. 28-ാം വാക്യം, അവൻ യെരുശലേമിൽ നമസ്കരിക്കുവാൻ, അതായത് ആരാധിക്കുവാൻ വന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? യെരുശലേമിൽ പോയത് ദൈവത്തെ ആരാധിക്കാനാണ്. ഒരു പക്ഷെങ്കിൽ താന് ജന്മന ഒരു യഹൂദനായിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ നിലയിൽ കൺവെർട്ട് ചെയ്തതാവാം. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനായി യെരുശലേമിൽ ചെന്ന മനുഷ്യനാണ്. താന് ഒരാത്മീയമായി വളരാൻ താല്പര്യമുള്ളയാളാണ്. എന്നിട്ട് തേരിൽ മടങ്ങിപ്പോകുന്ന സമയത്ത് താന് ദൈവവചനം വായിക്കുകയാണ്. ഒരു യോഗം കഴിഞ്ഞേച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് എത്ര പേര് ബൈബിൾ തുറന്ന് ഉറക്കെ വായിച്ചുകൊണ്ട് പോയിട്ടുണ്ട്? അപ്പോൾ അത്രമാത്രം തനിക്ക് ആത്മീക ദാഹമുള്ള മനുഷ്യനാണെന്നാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. ദൈവം ആത്മീക ദാഹമുള്ളവരെ ശ്രദ്ധിക്കുന്ന ദൈവമാണ്. അത് നിർജ്ജന പ്രദേശത്താണെങ്കിലും ദൈവത്തിനായി കാംക്ഷിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കുകയും അവരുടെ അകത്തെ ദാഹത്തെയും വിശപ്പിനെയും ശമിപ്പിക്കുവാൻ ദൈവം പ്രത്യേക നിലയിൽ നടപടിയെടുക്കുന്നവനാണ്. ഇവിടെ നാം കാണുന്നത് ശമര്യയിൽ നിന്ന് ഒരു ഉപദേശിയെ പൊക്കി ഈ നിർജ്ജന പ്രദേശത്ത് കൊണ്ടുവരിക. എന്താ കാര്യം? ഒരു വ്യക്തിക്ക് ദൈവശബ്ദം കേൾക്കണം, ദൈവത്തോട് അടുക്കണം. ഹൃദയങ്ങളെയാണ് ദൈവം അറിയുന്നത്. അതുപോലെ ഈ മനുഷ്യൻ കണ്ടോ, തേരിലിരുന്ന് വായിച്ചുകൊണ്ട് പോവുകയാണ്. അദ്ദേഹം ഒരു ഫൈനാൻസ് മിനിസ്റ്ററാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം കടഭാരം മാറാൻ ദൈവത്തെ കാണുന്ന ആളല്ല, പദവിക്ക് വേണ്ടി ദൈവത്തെ കാണുന്നയാളല്ല. ചിലരുടെയൊക്കെ ചിന്ത ഇതൊക്കെ കടഭാരമൊക്കെ ഉള്ളവരുടെ മാർഗമാണെന്നാണ്. അല്ല സഹോദരങ്ങളെ, അങ്ങനെ ചിന്തിക്കരുത്. തീർച്ചയായും കടഭാരമുള്ളവരുടെ കടം കർത്താവ് നീക്കും, അതിനൊന്നും സംശയമുള്ള കാര്യങ്ങളല്ല. പക്ഷേ എല്ലാവരും വിശ്വാസത്തിൽ വരുന്നവർ അങ്ങനെയാണ് എന്ന് ചിന്തിക്കരുത്. കേവലം രോഗം മാറാനോ കടഭാരം മാറാനോ ഏതെങ്കിലും പൊസിഷന് വേണ്ടിയോ ഒന്നുമല്ല. സത്യാന്വേഷികളായുള്ള 100 കണക്കിന് ആളുകൾ ലോകത്തിലുണ്ട്. അങ്ങനെ ഒരു സത്യാന്വേഷിയാണിത്. അദ്ദേഹത്തിന് പൊസിഷനുണ്ട്, അദ്ദേഹത്തിന്
സാമ്പത്തികമുണ്ട്, അദ്ദേഹത്തിന് മറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭൗതികമായുള്ള ഒരാവശ്യങ്ങളുമില്ല. അദ്ദേഹത്തിൻ്റെ ആവശ്യം ആത്മീയമാണ്. താന് തേരിലിരുന്നു കൊണ്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു. 29-ാം വാക്യം ശ്രദ്ധിക്കണം. ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. ആത്മാവ് അങ്ങനെ സംസാരിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ പഠനത്തിൽ നമ്മൾ ഈ കാര്യം വളരെ തിട്ടമായി വ്യക്തമായി മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിച്ച ദൈവവൈതൽ, ആത്മാവുമായി സജീവമായ ബന്ധത്തിലായ ഒരു ദൈവവൈതൽ, ആത്മാവിനെ അനുഭവിക്കുന്ന ദൈവവൈതൽ, കേവലം കുറെ നല്ല ഫീലിങ്സിന് വേണ്ടിയല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത്. ഓരോ ദിവസവും നമ്മളെ ഗൈഡ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ശുശ്രൂഷകനായിരിക്കുന്ന ഫിലിപ്പോസിനോട് ഒരു സ്നേഹിതൻ പറയുന്നത് പോലെ വളരെ വ്യക്തമായ നിർദ്ദേശം കൊടുക്കുക, ആ തേരിനോട് ചേർന്ന് നടക്കാൻ. അങ്ങനെ ദൈവാത്മാവ് ഇന്നും സംസാരിക്കും. ദൈവത്തിന് അങ്ങനെ നമ്മെ ഗൈഡ് ചെയ്യുവാൻ പദ്ധതി ഉണ്ട്. അതാണ് ശുശ്രൂഷ. ദൈവം പറയുന്നിടത്ത് ചെല്ലുക, ആ ചെന്ന് കഴിഞ്ഞാലും ആത്മാവിൻ്റെ ഗൈഡൻസ് നിൽക്കുക, അവിടെയാണ് ഫ്രൂട്ട് ഉണ്ടാവുന്നത്. തൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. 30-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു എന്ന് പറഞ്ഞാൽ ഷണ്ണൻ ഇത് ഉറക്ക വായിക്കുകയായിരുന്നു തേരിലിരുന്ന്. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിൻ്റെ ഉത്തരം 31-ാം വാക്യത്തിലുണ്ട്. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗം ആണിത്. എന്നിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ലൂക്കോസ് അവിടെ താഴോട്ട് കോട്ട് ചെയ്യുകയാണ്. ഒന്ന് രണ്ട് കാര്യം കൂടെ ഇവിടെ പറഞ്ഞ് ചേർക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഫിലിപ്പോസ് ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ നിയോഗത്താലാണ്. വലിയ ഉണർവ് വിട്ട് നിർജ്ജന പ്രദേശത്തേക്ക് ഒരു മനുഷ്യന് വേണ്ടി. അതേ ഒരു ഫൈനാൻസ് മിനിസ്റ്ററാണ്, പക്ഷേ ആത്മീയമായ ദാഹമുള്ള മനുഷ്യനാണ്. യെരുശലേമിൽ ദൈവത്തെ ആരാധിക്കാൻ പോയിട്ട് മടങ്ങി വരികയാണ്. ഒരു പക്ഷെങ്കിൽ യെശയ്യാ പ്രവാചകൻ്റെ ചുരുള് യെരുശലേമിൽ താൻ വാങ്ങിയതാവാം. വളരെ ആവേശത്തോടെ താൻ ഉറക്കെ തേരിലിരുന്നു കൊണ്ട് വായിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ആത്മാവ് ഫിലിപ്പോസിനോട് പറയുന്നത് ചേർന്ന് നടക്കാൻ. താൻ ചേർന്ന് നടന്നു. താൻ ഈ ഷണ്ണനോട് ചോദിക്കുന്നത്, ഈ വായിക്കുന്നതൊക്കെ ഗ്രഹിക്കുന്നുണ്ടോ? ഒന്നാമത് ദൈവവചനം വായിക്കണം. 2, അത് ഗ്രഹിക്കുന്നില്ലെങ്കിൽ ആത്മപൂർണരായ ദൈവദാസന്മാരുടെ സ്റ്റഡികൾ, ബൈബിൾ ക്ലാസ്സുകൾ, ടീച്ചിങ് സെഷനുകൾ, അല്ലെങ്കിൽ അവരോട് നേരിട്ട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അനേക ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാം അറിയാമെന്ന ഭാവം. ഇതൊരു വലിയ മനുഷ്യനല്ലേ ലോകപ്രകാരം. ആ മനുഷ്യനോട് നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് വിനയത്തോടെ താഴ്മയോടെ താൻ സമ്മതിക്കുകയാണ്, താൻ ഗ്രഹിക്കുന്നില്ല. എന്നിട്ട് ഉപദേശി തേരിൽ കയറി ഇരിക്കാൻ താൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. പഠിക്കേണ്ടവൻ അങ്ങനെയാണ്. ആത്മീകമായ ദാഹമുള്ളവൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. താൻ ആ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വാക്യങ്ങൾ വായിക്കുന്നതാണ് താഴോട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് 34-ാം വാക്യത്തിൽ ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു, തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അപ്പോൾ യെശയ്യാ പ്രവാചകന് തന്നെക്കുറിച്ച് തന്നെയാണോ പറയുന്നത്, അത് വേറൊരാളെക്കുറിച്ചാണോ പറയുന്നത്? അപ്പോൾ അത്രയും താൻ ഗ്രഹിച്ചിട്ടില്ല. അടുത്തത്
ഫിലിപ്പോസ് 35 വാക്യം, ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. ആ പോർഷൻ എടുത്തുകൊണ്ട് യേശുക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്യുകയാണ്. അവിടെയും ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഓർപ്പിച്ചതുപോലെ, ഫിലിപ്പോസ് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. മന്ത്രിയുടെ കൂടെ ഇരിക്കുമ്പോൾ വേറെ കാര്യങ്ങളൊന്നുമല്ല, വചനം പറയുകയാണ്. ആത്മീക ദാഹത്തെ ശമിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. വചനമാണ് ജീവൻ്റെ അപ്പം. വിശപ്പുള്ളവൻ ഈ ജീവൻ്റെ അപ്പം ഭക്ഷിച്ച് തൃപ്തി വരണം. ശമരിയയിലേക്ക് ദൈവസഭ പോയതും അവിടെ ഉണ്ടായിരുന്ന ഉണർവിനെക്കുറിച്ച് നമ്മൾ ചുരുക്കത്തിൽ ചിന്തിച്ച ശേഷം അവിടെ ഒരു പവർ എൻകൗണ്ടർ ഉണ്ടായി. ശീമോൻ എന്ന മന്ത്രവാദിയും ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷയും തമ്മിലൊരു പവർ എൻകൗണ്ടർ. അവിടെ ഫിലിപ്പോസ് വിജയിക്കുന്നു. ശീമോനെ അപ്പോസ്തലന്മാർ ശാസിക്കുന്ന രംഗം നമ്മൾ കണ്ടു. അതിനുശേഷം ഈ പ്രത്യേക അനുഭവം 25 വാക്യം മുതൽ നമ്മൾ ചിന്തിച്ചു വരികയാണ്. സുവിശേഷം കേട്ട ഷണ്ണൻ സുവിശേഷത്തിൽ വിശ്വസിച്ചു. വിശ്വസിക്കുക മാത്രമല്ല, താൻ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടു. യേശുക്രിസ്തുവിനോട് താൻ ചേർന്നു. ദൈവം അയക്കുന്ന ഇടത്ത് ആത്മപൂർണനായി ഒരഭിഷക്തൻ നിന്നാൽ ആ മിനിസ്ട്രി ഫ്രൂട്ട്ഫുൾ ആകും. സീക്രട്ട് ഈസ് ടു ബി എ പാർട്ട്ണർ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ വചനം ഓർമ്മയിൽ കൊണ്ടുവരും, വചനം പ്രസ്താവിക്കുക. പരിശുദ്ധാത്മ വചനത്തെ ഉറപ്പിക്കും. അപ്പോസ്തല പ്രവർത്തികൾക്ക് കാണിക്കാനുള്ളത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവസഭയിലൂടെ ആത്മാവിനെ ഇന്നും പ്രവർത്തിക്കാനുണ്ട്. ഫിലിപ്പോസിനെ ഇത്ര അസാധാരണമാക്കി നിർത്തുന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ ഹൈറ്റോ വെയിറ്റോ വലുവാണോ? അല്ല, ഇറ്റ്സ് ദ ഹോളി സ്പിരിറ്റ്. അതേ ആത്മാവ് നമ്മളിലൂടെയും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്ത എപ്പിസോഡിലും ഇതേ അധ്യായത്തിലെ ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിർജ്ജന പ്രദേശത്തേക്ക് ഒരു വിളി വന്നാൽ പോകുമോ? ഉണർവ് നടക്കുന്ന ഇടങ്ങളിൽ നിന്ന് നിർജ്ജന പ്രദേശത്തേക്ക് ഒറ്റയാളെ ശുശ്രൂഷിക്കാൻ ദൈവം നിങ്ങളുടെ മേലൊരു വിളി തന്നാൽ നിങ്ങളതനുസരിക്കാൻ തയ്യാറാകുമോ? സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ശുശ്രൂഷയിലെ സക്സസ് എന്താ? ആളുകൾ ചിന്തിക്കുന്നത് ക്വാണ്ടിറ്റി, കുറേ ആളുകളുള്ളതാണ് സക്സസ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് ഈ വചനത്താൽ പറയാം, മിനിസ്ട്രിയിലെ സക്സസ് ഫെയ്ത്ത്ഫുൾനെസ്സാണ്. പരിശുദ്ധാത്മാവ് തരുന്ന നിർദ്ദേശമനുസരിച്ച് പോകേണ്ട ഇടത്ത് പോയി ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്യുന്നതാണ് ദൈവവചനപ്രകാരം സക്സസ്. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ വചനം കേട്ട ഓരോരുത്തരെയും കർത്താവ് രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിന് ഞങ്ങളിലൂടെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തെടുക്കണമേ. പലപ്പോഴും ആത്മാവിൻ്റെ ഇഷ്ടത്തിന് പകരം അറിയാതെയോ അറിഞ്ഞോ ഞങ്ങളുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങൾ പലപ്പോഴും തുനിഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ. തുടർന്ന് ഞങ്ങളുടെ ശുശ്രൂഷയിലും ജീവിതത്തിലും ആത്മാവിനെ അനുസരിച്ച് ജീവിപ്പാൻ തൃക്കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇത് കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.